ഹെൽത്തി ടോക്സിലേക്ക് സ്വാഗതം. നോമ്പുകാലം വരികയാണ്. നോമ്പുകാലത്തെ നല്ല ഭക്ഷണശീലങ്ങളെപ്പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ഇന്ന് ഡയറ്റീഷ്യനായിട്ടുള്ള സജീനയുണ്ട്. ഹായ്, താങ്ക് യു. സജീന, ഇപ്പം നോമ്പുകാലം വരികയാണ്. അതെ, നോമ്പുകാലത്ത് നമ്മൾ നോമ്പെടുക്കുമ്പം നല്ല രീതിയിൽ എങ്ങനെ ഭക്ഷണം കഴിച്ചു പോകാം നമുക്ക്? ഓക്കെ. നമ്മളെപ്പോഴും നോമ്പെടുക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പ്രത്യേകിച്ച് ഈ മുസ്ലിം റിലീജിയനുള്ള നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പക്ഷേ അതേപോലെ തന്നെ പെട്ടെന്ന് ഹെൽത്തിനെ ഡാമേജ് ആക്കും, നമ്മുടെ ബോഡി ഡാമേജ് ആക്കുന്നതുമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോമ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുന്ന ആ ടൈം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എപ്പോഴും നോർമൽ ഒരു ഗ്ലാസ് വാട്ടർ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഡേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം കഴിക്കാം. പിന്നെ കട്ട് ഫ്രൂട്ട്സുകൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിൽ കൂടുതലും സിട്രസ് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക. പകരം ആപ്പിൾ, പപ്പായ, അങ്ങനെ ഗോവ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതും എപ്പോഴും ഭയങ്കര സ്ലോലി ആയിട്ട് ഒറ്റയടിക്ക് തന്നെ നമ്മൾ നോമ്പ് തുറക്കുമ്പം ഹെവി ആയിട്ട് വാരി അടിച്ച് കഴിക്കാണ്ട് സ്ലോലി ആയിരിക്കണം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈവൻ ഓയിലി സ്നാക്സുകളോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഒരുപാട് ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഓയിലി സ്നാക്സ് മെയിൻ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നോമ്പ് തുറക്കുക എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും വലിയ സമൂസ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അത് ആരെക്കൊണ്ടും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരെണ്ണം ആ ഒരു ലിമിറ്റ് വെക്കുക, അതിൽ കൂടുതൽ കഴിക്കാണ്ടിരിക്കുക. ആർക്കും ആ നിർബന്ധം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ്, അതില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വരുവാണെങ്കിൽ ഒരെണ്ണം മാത്രം കഴിക്കുക. അതിൽ കൂടുതൽ ആ ഒരു ലിമിറ്റ് വെച്ച് അതിൽ കൂടുതൽ എടുക്കാണ്ടിരിക്കുക. പരമാവധി ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ. ഇതിന് ശേഷം പിന്നെ നമുക്ക് വരുന്ന നൈറ്റൊരു മെയിൻ മീലായിരിക്കും വരുന്നത്. ആ മീലെന്ന് പറയുമ്പോഴത്തേക്കിന് വളരെ ഹെൽത്തി ആയിരിക്കണം. അതായത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം. അതേപോലെ തന്നെ സ്ലോലി ഡൈജസ്റ്റഡ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അതുള്ളതായിരിക്കണം. ഹെൽത്തി ഫാറ്റ്സ് ഉണ്ടാവണം. അങ്ങനെയുള്ള ആ ഒരു പ്ലേറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടണം ആ ഒരു മീലിൽ നിന്നിട്ട്. പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ്, മിനറൽസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട്. അതായത് ഹെവി ആയിട്ട് അല്ലെങ്കിൽ ഇപ്പം തുറക്കുന്ന ആ സമയത്ത് തന്നെ ബിരിയാണി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് ബോഡി ഡാമേജ് ആക്കും. അപ്പം ആ ഒരു രീതിയിൽ കഴിക്കുക. പിന്നെ വെള്ളം, അതായത് 2 to 3 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം. അതായത് ഇപ്പം നോമ്പ് ബ്രേക്ക് ചെയ്യുന്നത് തൊട്ട് നമ്മൾ ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, നമ്മൾ സുഹൂർ എന്ന് പറയും, വെളുപ്പിന് നോമ്പ് എടുക്കുന്ന ആ ഒരു ടൈം വരെയാണ് നമ്മൾ വെള്ളം ശരിക്കും ആ ഒരു 2 to 3 ലിറ്റർ വെള്ളം കുടിച്ച്, അതും ഒറ്റയടിച്ച് കുടിച്ച് ഇതാക്കാനല്ല, സിപ്പ് ചെയ്ത് കുറേശ്ശെ ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ നിൽക്കാൻ. ഇല്ലെങ്കിൽ നമ്മളാകെ ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോവും നോമ്പ് തീരുന്ന സമയം. അതിൽ സ്ലോലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതെന്താ? അതായത് ഇപ്പം ഹോൾ ഗ്രെയിൻസ് വരും. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഓട്സ് വരും, മില്ലറ്റ്സ് വരും, ക്യുനോവ, ബ്രൗൺ റൈസ് തുടങ്ങിയവയാണ് ഈ സ്ലോലി ഡൈജസ്റ്റഡ്. അതെന്ന് പറയുമ്പം അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായിരിക്കും. ആ ഭക്ഷണത്തിന് ഫൈബർ റിച്ച് ആയിരിക്കും. പിന്നെ അതിന്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പം സ്ലോലി ആയിരിക്കും നമ്മുടെ ബ്ലഡിലോട്ട് അതിന്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എനർജിയും അത്യാവശ്യം ഉണ്ടാകും, പെട്ടെന്ന് വിശക്കൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നോമ്പ് എടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ പകല് നോമ്പ് തുടങ്ങുമ്പോൾ എന്തായിരിക്കും നല്ലത് കഴിക്കാനായിട്ട്? നോമ്പ് തുടങ്ങുമ്പോഴും ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നന്നായിട്ട് കഴിക്കുക. ഇനിയിപ്പം അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളിലോ സ്ലോലി കാർബ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇപ്പം എന്തെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ പോലെ ചിലർ റൈസും ഐറ്റം അങ്ങനെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പം അരിയാഹാരം കഴിക്കുന്നത് പരമാവധി ബ്രൗൺ റൈസ് കൊണ്ടുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് നോക്കുക. പ്രോട്ടീൻ വേണമെങ്കിൽ എന്തെങ്കിലും കേർഡോ അല്ലെങ്കിൽ പനീർ അങ്ങനെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. അല്ലെങ്കിൽ ഫിഷ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഫിഷ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. വെജിറ്റബിൾസ് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എസ്പെഷ്യലി അത് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ ഡെയിലി റൊട്ടീനുമായിട്ട് നോമ്പ് ചേർത്ത് പോകാനായിരിക്കും പലപ്പോഴും ബുദ്ധിമുട്ട്. അതെ. ഇപ്പം ജിമ്മിൽ പോകുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ വർക്ക്ഔട്ട് എപ്പോൾ ചെയ്യണം? ജിമ്മിൽ പോകുന്നവർ എന്ന് പറയുമ്പോഴത്തേക്കിന് അവർ വർക്കൗട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മൾ നോമ്പ് ബ്രേക്ക് ചെയ്യുന്നതിന് ഒരു 1 hour മുന്നേ ചെയ്യുക. അല്ല അതിന് ശേഷം വേണമെങ്കിൽ 1 hour നമുക്ക് ചെയ്യാം. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഫുഡ് കഴിച്ചതിന് ശേഷം, ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹെവി ഫുഡ് അല്ല, ഇപ്പം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ പ്രോട്ടീൻ ഷേക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളത്, ഇപ്പോൾ ഓട്സ്, ബനാന, നട്ട്സ് എല്ലാം കൂടെ വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാം. അത് വേണമെങ്കിൽ അവർക്ക് അത് കഴിക്കാം. അങ്ങനെ ആ ഫുഡ് ചെറിയ രീതിയിൽ കഴിച്ചിട്ട് ജിമ്മിൽ പോവുക. ജിമ്മിൽ പോയിട്ട് അവിടെ വർക്കൗട്ടും കാര്യങ്ങളും വന്നതിന് ശേഷം മെയിൻ മീലായിട്ട് കഴിക്കാം, മെയിൻ മീലും കഴിക്കാം. ശരി. ഈ നോമ്പ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വർക്കൗട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ടോ? ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെ വരുന്ന ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതായത് അതായത് പകൽ സമയങ്ങളിലൊക്കെ
കഴിവതും ഒഴിവാക്കുക. പിന്നെ തീരെ അവർക്ക് പറ്റാത്ത ആൾക്കാരാണ് ജിമ്മിൽ ഡെയിലി പോയി അത് വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നവരാണെങ്കിൽ മാത്രം അതിനനുസരിച്ചുള്ള ഫുഡും അവർ ഈ ടൈമിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകും. ഡീഹൈഡ്രേറ്റഡ് ഒന്നും ആവുന്നില്ല, എനർജി നന്നായിട്ട് കിട്ടുന്നുണ്ട്, പ്രോട്ടീൻ എല്ലാം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാ. മെഡിസിൻസ് എടുക്കുന്നവരാണ്, ഒരു ടൈംലി മെഡിസിൻസ് എടുക്കുന്നവരുണ്ടാവും, ഇത്ര മണിക്ക് മെഡിസിൻ കഴിച്ചിരിക്കണം എന്നുള്ളത്, അവരെന്താ ചെയ്യാൻ? മെഡിസിൻസ് കഴിക്കുന്നവർ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഡോക്ടർ കൺഫർമേഷൻ ആണ്. അവർക്ക് നോമ്പെടുക്കാം, കുഴപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. രണ്ടാമത്തെ കാര്യം മെഡിസിൻ്റെ ടൈമിങ്. അതായത് ഇപ്പം നമ്മൾ നോമ്പ് എടുക്കുന്ന ടൈം സുഹർ എന്നാണ് പറയുന്നത്, ആ ടൈം തൊട്ട് ബ്രേക്ക് ചെയ്യുന്ന ടൈം ഇഫ്താർ, ഈ ഒരു 2 ടൈമിലേക്ക് അവരുടെ മെഡിസിൻ കഴിക്കുന്ന ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ഇപ്പൊ ഉച്ചയ്ക്ക് കഴിക്കേണ്ടവരാണ്, കണ്ടിന്യൂസ് ആയിട്ട് 3-4 അങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ അവർ പരമാവധി നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡോക്ടർ ഓക്കെ പറയുവാണ് ഈ 2 ടൈമിൽ കഴിക്കാം, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം. പിന്നെ ഈ ഡയബറ്റീസോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫുഡും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അവർക്കും ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് ഫ്രൂട്ട്സ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഫ്രൂട്ട്സ് ഐറ്റം ഏതെങ്കിലും ഒരെണ്ണം, ഒന്നിലൊരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു പേരയ്ക്ക അല്ലെങ്കിൽ ഒരു സ്ലൈസ് പപ്പായ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അതേപോലെ ഡേറ്റ്സ്, കാരക്ക എന്ന് പറയാം, അത് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കഴിക്കുക. നോർമൽ വാട്ടർ വെച്ചിട്ട് തന്നെ നോമ്പ് തുറക്കാനായിട്ട് നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഒരുപാട് ഫ്രൂട്ട് ജ്യൂസുകളും അല്ലെങ്കിൽ സ്നാക്സും അങ്ങനെയുള്ളതൊന്നും അവർക്ക് അധികം കൊടുക്കാതിരിക്കുക. അവരുടെ എല്ലാ മീലിലും പരമാവധി പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കണം. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആൾക്കാർ നോമ്പ് എടുക്കാറുണ്ടോ? ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്ക് നമുക്ക് നോമ്പ് നിർബന്ധമല്ല. പക്ഷേ എന്നാൽ ബേബിക്ക് ഒരു 6 മന്തിന് ശേഷം ഉള്ളവർ ചിലർ നോമ്പ് എടുക്കുന്നവരുണ്ട്. അത് നമ്മൾക്ക് ബേബിക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ബേബി ഈ പറഞ്ഞ പോലെ വേറെ എക്സ്ട്രാ ഫീഡ് നമ്മൾ അന്നേരം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമല്ലോ, 6 മന്തിന് ശേഷം കുറുക്കൈറ്റം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ മദറിന് നോമ്പ് എടുക്കാം. പക്ഷെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടി ഡീഹൈഡ്രേറ്റ് ആകുന്നില്ല, അല്ലെങ്കിൽ ഈ മദറിൻ്റെ മിൽക്ക് കുടിച്ചിട്ട് കുട്ടിക്ക് എന്തെങ്കിലും വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ഡയറിയ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഹെൽത്തി ആണ്, ആൾ ആക്റ്റീവ് ആണ്. പിന്നെ യൂറിനേറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഡയപ്പർ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ചേഞ്ച് ചെയ്യേണ്ട ടൈമിൽ അതേപോലെ തന്നെ ഓക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ മദറിന് നോമ്പ് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമില്ല. പക്ഷെ ആ ഒരു 6 മന്തിന് ശേഷം എടുക്കുക, കുട്ടിക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. എക്സ്ട്രാ എന്തെങ്കിലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളവർ വാട്ടർ ഡീഹൈഡ്രേറ്റ് ആവാൻ പാടില്ല ഒട്ടും. അപ്പോൾ അവർക്കൊരു 3 to 4 ലിറ്റർ വരെ വെള്ളം നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ പറഞ്ഞ പോലെ പ്രോട്ടീൻ നല്ല രീതിയിൽ, പനീർ, അതേപോലെ എഗ്ഗ്, ഫിഷ്, ചിക്കനൊക്കെ കറിയാക്കി മാക്സിമം ഉപയോഗിക്കുക. അങ്ങനെയുള്ള പൾസസ് ഇതെല്ലാം നന്നായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകണം. ഓക്കെ, പ്രോട്ടീൻ അത്യാവശ്യമാണല്ലോ കുട്ടിക്ക്, അപ്പം അത് ഇൻക്ലൂഡ് ചെയ്യുക. ഹെൽത്തി ഫാറ്റ്, അതായത് ഇപ്പം അവക്കാഡോ, ഒലിവ് ഓയിൽ, ഗീ ഇങ്ങനെയുള്ള സാധനങ്ങളും അല്ലെങ്കിൽ നട്ട്സ്, സീഡ്സ് ഇതൊക്കെ അവരുടെ ആ ഒരു പിന്നെ ഡയറ്റിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പോകണം. ചിലരിപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഓൾറെഡി ഡയറ്റ് എടുക്കുന്നവരായിരിക്കും. അപ്പോൾ ആ വെയിറ്റ് ലോസിനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ നോമ്പ് ഫുഡ് അറേഞ്ച് ചെയ്യാം? ഇപ്പം നമ്മൾ ഈ നോമ്പെടുക്കുന്നതിൻ്റെ ഒരു മെയിൻ ഗുണം എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് ലോസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ഇപ്പം കറക്റ്റായിട്ട് പറഞ്ഞ പോലെ മെയിൻ ക്വാണ്ടിറ്റി നോക്കുന്നു, ടൈമിംഗ് നോക്കുന്നു, അതുപോലെ ഹെവി ഫുഡുകൾ അധികം കഴിക്കാണ്ട് പ്രോപ്പറായിട്ട് അവർ പോകുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഡയറ്റീഷ്യനെ തന്നെ കണ്ടിട്ട് നമ്മുടെ അങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഡയറ്റ് നമ്മൾ അപ്പോഴത്തേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ആ ഒരു രീതിയിൽ തന്നെ കറക്റ്റ് അവർക്ക് ക്വാണ്ടിറ്റിയും കാലറി ഒക്കെ വെച്ചിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഡയറ്റ് പ്ലാൻ കൊടുക്കും. അങ്ങനെ തന്നെ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ ഹെവി ആയിട്ട് ഇപ്പോൾ ഒത്തിരി ഫ്രൈഡ് ഐറ്റംസും പുറത്തുനിന്ന് ഫുഡും ഒരുപാട് ചിക്കനും അങ്ങനെയൊക്കെ ഒരുപാട് കഴിച്ചു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് പാടാം. കാരണം ഈ നോമ്പിൽ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞില്ല, നമ്മൾ ബോഡി ഒരുപാട് ഡാമേജ് ആക്കും, പക്ഷെ ഭയങ്കര ഹെൽപ്ഫുൾ ആയ ടൈമും കൂടെ. അപ്പം രണ്ടിനും ചാൻസ് ഉണ്ട്. അത് നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും. നോമ്പ് കഴിയുമ്പോഴേക്കും വെയിറ്റ് കൂടും. അതെ, കാരണം ആ ഒരു ടൈമിൽ ചിലർക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ തുറക്കുന്ന ആ ഒരു ടൈം തന്നെ അവർ ഹെവി ആയിട്ട് ചിലർ ഫുഡ് കഴിക്കും. പിന്നെ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല, ആകെ ടയേർഡ് ആയിരിക്കും. ആ ഒരു ചിലപ്പോൾ മാറിക്കിടക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കണ്ടുവരുന്നത്. അപ്പം അങ്ങനെ എക്സസൈസും കാര്യങ്ങളും ഒന്നുമില്ല, ഇങ്ങനെ ഹെവി ആയിട്ടൊക്കെ ഫുഡ് കഴിക്കുന്നു, ഒരുപാട് ഓയിലി ഫുഡ് എക്സസൈസ് ആയിട്ട് കഴിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് വെയിറ്റ് നന്നായിട്ട് ഗെയിൻ ചെയ്യും. ലോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ നോമ്പുമായിട്ട് റിലേറ്റഡ് അല്ലാതെ തന്നെ എനിക്കൊരു സംശയമുള്ളതാണ്, കുട്ടികളുടെ ഫുഡ് നമ്മൾ ഒരിക്കലും അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യണം എന്ന് പറയാറില്ല. കുട്ടികളെ ആക്ടിവിറ്റീസ് ഉണ്ടാവും, നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. നമുക്ക് പാടാണ് കുട്ടികളുടെ ഫുഡ് റെസ്ട്രിക്ട് ചെയ്യാൻ. പക്ഷെ ഇപ്പൊ മെയിൻ ആയിട്ട് കുട്ടികൾക്ക് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബിസിറ്റിയാണ്, ഓവർ വെയിറ്റ് വരികയാണ് കുട്ടികൾക്ക്. എങ്ങനെ നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ ഡയറ്റിനെ കൺട്രോൾ ചെയ്യാം? ഓക്കെ,
കഴിവതും ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ഫുഡും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ടൈമിൽ കൂടുതലും ജങ്ക് ഫുഡ് അതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. വീട്ടിലെ ഫുഡിനോടൊന്നും കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്നാൽ ഹെൽത്തി വേയിലുള്ള സ്നാക്കുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് കൂടുതൽ ഉണ്ടാക്കി നമ്മൾ അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് ഇഷ്ടപ്പെടുത്തുക. ഇപ്പൊ പറഞ്ഞ പോലെ ഈ മയണൈസ് ഒക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അതിനെ മാറ്റി ഹമ്മോസ് അങ്ങനെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹോം മെയ്ഡ് മയണൈസ് അധികം ഓയിലൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് അവരുടെ മൈൻഡ് മാറ്റി നമ്മൾ കൊണ്ടുവരിക. മനസ്സിലായില്ലേ? അപ്പം അത് ഒരു നല്ല ഐഡിയ ആണ്. പിന്നെ അതേപോലെ ഈ പറഞ്ഞ പോലെ പിന്നെ ആക്ടിവിറ്റീസ്, മിക്ക കുട്ടികളും ഫോണിനും ടി വിക്കും അഡിക്റ്റഡ് ആയിരിക്കും. അപ്പം അതിൽ നിന്നൊക്കെ കുട്ടികളെ ഒന്ന് മാറ്റി പാരൻസും കൂടെ അവരോട് കളിക്കാനൊക്കെ ഒന്ന് ഇറങ്ങുക, എന്നിട്ട് അവരെ പുറത്തൊക്കെ കൊണ്ട് നടത്തിക്കുക, ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക. ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ജങ്ക് ഫുഡ് കാര്യങ്ങൾ, പുറത്തെ ഫുഡ്, ഈ ഫോൺ കൊടുത്ത് കഴിപ്പിക്കുന്ന ശീലം, അങ്ങനെയൊക്കെ അതൊക്കെ ആകുമ്പോൾ കുട്ടികൾ അറിയുന്നില്ല എത്ര ഫുഡാണ് അവർ കഴിക്കുന്നത്, അതിൻ്റെ ടേസ്റ്റ് അറിയുന്നില്ല, മണം അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ആ ഒരു വീഡിയോസ് കണ്ടിട്ട് അതിൽ ലയിച്ചിരുന്നിട്ടായിരിക്കും അവർ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെയുള്ള അവർ അറിയില്ല, വയറ് നിറയുന്നത് ഒന്നും അവരറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നമ്മൾ പരമാവധി കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഈ കുത്തിപ്പിടിച്ചിരുന്ന് കഴിപ്പിക്കേണ്ട കാര്യം അതിന്റെ ആവശ്യമില്ല. കാരണം അവർക്ക് എന്താണോ ഇഷ്ടം, എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം, ആ രീതിയിൽ അവരെ വിട്ടേക്കുക. ചില പേരൻസിന് അവർ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് കുട്ടികളെ തന്നെ കഴിപ്പിക്കാനായിട്ട് ശീലിപ്പിക്കുക. ചിലപ്പോൾ അതായിരിക്കും അവരുടെ ബോഡിക്ക് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്. അപ്പം അങ്ങനെ ചെയ്യുക. അവരെത്ര കഴിക്കുന്നോ അത് കഴിക്കട്ടെ. പക്ഷേ ഈ ടി വി ഫോണും കാണിക്കുമ്പം അവരുടെ മൈൻഡ്, നമ്മളിപ്പോൾ പറഞ്ഞ ഡൈജഷൻ ആണെങ്കിൽ തന്നെ അവരുടെ ബ്രെയിൻ സിഗ്നൽ കൊടുക്കണം, ഡൈജഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ. പക്ഷെ ഇവർ ഇതിലിരിക്കുമ്പം മൈൻഡ് വേറെ ആയിരിക്കും. അപ്പം പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കത്തില്ല. അതേപോലെ കുട്ടികൾ എന്താണ് കഴിക്കുന്നത്, ഫുഡിന്റെ ടേസ്റ്റ് എന്താണ്, കളർ എന്താണ്, അല്ലെങ്കിൽ ഇതൊന്നും കുട്ടികൾ ഫീൽ ചെയ്യുന്നില്ല. എന്തോ സാധനം നമ്മൾ കൊടുക്കുന്നത് വെറുതെ ചിലപ്പോൾ ചവയ്ക്കുക പോലും ഇല്ല, ഒറ്റ വിഴുങ്ങലായിരിക്കും ചെയ്യുന്നത്. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ദോഷമാണ്. അപ്പം നമ്മൾ അതൊക്കെ മാറ്റി കുട്ടികളെ കുറച്ചുകൂടി, ഒരു ഓവർ വെയിറ്റ് ഉള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ നേരത്തെ കൺസേൺഡ് ആയിട്ട് ഒരു ഡയറ്റീഷ്യനല്ലോ കാണേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രായം എത്തുമ്പോൾ ശരിയായിക്കോളൂ? ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡയറ്റ് കൺസൾട്ടേഷൻ നല്ലതാണ്. ചിലർ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കിന് കുറച്ചുകൂടി ആക്ടിവിറ്റി ഒക്കെ കൂടുമ്പോഴത്തേക്കിന് അവർ തന്നെ ഇതാകും. എന്നിട്ടും പിന്നെ ചിലർക്ക് ഈ പറഞ്ഞ ജെനറ്റിക്കലി വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ച് പാടാം. അല്ലാതെ ഈ പറഞ്ഞ പുറത്തെ ഫുഡും ആക്ടിവിറ്റി ഒന്നും ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ഡയറ്റീഷ്യന്റെ കൺസൾട്ടേഷൻ കൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്ഥിരമായിട്ട് കാണുന്ന, നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നതാണ് 10 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം, അല്ലെങ്കിൽ ക്രാഷ് ഡയറ്റുകൾ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാം. അത് സസ്റ്റൈനബിൾ ആണോ, ചെയ്യാമോ? അല്ല, ചെയ്യാൻ പാടില്ല. അതെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ സ്ലോലി വെയിറ്റ് ലോസ് ആണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലത്. മനസ്സിലായില്ലേ? ഒരു 0.5 പെർ മന്ത് വെച്ചിട്ട് കുറയുന്നതാണ് ഏറ്റവും നല്ലത്. ഐഡിയലി കുറയുന്നത് അതാണ് ഏറ്റവും നല്ലത്. ഈ പെട്ടെന്നുള്ള ഡയറ്റ് അല്ലെങ്കിൽ ഈ ഓരോ പൗഡേഴ്സ് കലക്കി കൊടുത്തിട്ട് അങ്ങനെയൊക്കെയുള്ള ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വളരെ ദോഷമാണ്. അത് കഴിവതും എടുക്കാതിരിക്കുക. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഇപ്പം പ്രോപ്പർ ടൈമിൽ ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വർക്കൗട്ട് ഇതെല്ലാം കൂടെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ഉറപ്പായിട്ടും കുറയും. ഓക്കെ, അല്ലാതെ ഇങ്ങനെയുള്ള ക്രാഷ് ഡയറ്റും അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് കുറയുന്നുള്ളത് അത്ര നമ്മുടെ ബോഡിക്ക് ചിലപ്പോൾ പെട്ടെന്ന് കുറയാം, പക്ഷെ അത് ഒരു ഹെൽത്തി വേയിലുള്ള വെയിറ്റ് ലോസ് അല്ല. വീണ്ടും വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പൗഡേഴ്സ് ഒക്കെ കലക്കി കഴിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് അതിന്റെ ഇരട്ടിയായിട്ടായിരിക്കും പിന്നെ വെയിറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ശരിക്കും എല്ലാം കഴിക്കാം, അതിന്റെ ക്വാണ്ടിറ്റിയാണ് മേജർ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഒരു ഐഡിയലി ഒരാളുടെ ഫുഡ് പ്ലേറ്റ് എങ്ങനെയായിരിക്കണം? ഇപ്പം ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ 1/2 വെജിറ്റബിൾസ് ആയിരിക്കണം. വെജിറ്റബിൾസ് 1/4 ആയിരിക്കണം കാർബോഹൈഡ്രേറ്റ്, ബാക്കി 1/4 പ്രോട്ടീൻ. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. പിന്നെ എക്സ്ട്രാ കേർഡോ കാര്യങ്ങളോ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ആയിരിക്കും വരുന്നത്. ഡൈജഷൻ ഓക്കെ, അത് മെയിലിനും ഫീമെയിലിനും എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ഡിപ്പെൻസ് അവരുടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് ഫുഡ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തു എന്ന് തന്നെ വെക്കാം. പക്ഷെ ഇത് കഴിക്കുന്നതിന് എന്തെങ്കിലും ഓർഡർ ഉണ്ടോ? കഴിക്കുന്നതിന് ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ പ്രോട്ടീൻ കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതിനുശേഷമാണ് ശരിക്കും നമ്മൾ കാർബ്സ് എടുക്കേണ്ടത്. പക്ഷെ നോർമലി ഇപ്പം അങ്ങനെയല്ല കണ്ടുവരുന്ന, എല്ലാവരും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക ചെയ്യും. ഓർഡർ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ആ ഓർഡർ നല്ലതാണ്. പക്ഷെ ആരും അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊന്നുമില്ല. എല്ലാവരും കഴിക്കുന്ന എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും കഴിക്കുന്നത്. പിന്നെ ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒത്തിരി മന്തി പോലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അത് ദഹിക്കാനാന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുന്നവരുണ്ട്. അത് പെട്ടെന്ന് ദഹിക്കുന്നുള്ള തോന്നലാണ്. അത് ശരിയാണോ? ശരിക്കും അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഒന്നാമത് ഓയിലി ഫുഡ്, മന്തി എന്ന് പറയുന്നത് ഓയിലി ഫുഡാണ്. അതിൻ്റെ കൂടെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതിൽ ഷുഗർ കണ്ടന്റ് കൂടുതലാണ്. അപ്പം ഇത് രണ്ടും കൂടെ ചെല്ലുമ്പം നമ്മുടെ സ്റ്റൊമക്കിനാണ് പ്രശ്നം, ഡൈജഷനാണ്
കംപ്ലൈൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പം അത് എല്ലാവരും ഒരു മിസ്കൺസെപ്റ്റ് ആണ്, ഇത് കഴിച്ചാൽ ഉടനെ നമുക്ക് ദഹിക്കും എന്നുള്ളത്. പക്ഷേ അത് വെറും തോന്നൽ മാത്രമാണ്. ശരിക്കും അസിഡിറ്റി, ബ്ലോട്ടിംഗ് ഒക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഒരിക്കലും അത് രണ്ടും കൂടെ കഴിക്കാതിരിക്കുക. പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സാധനമാണ് വിരുദ്ധ ആഹാരങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് മീനും തൈരും കഴിക്കരുത്, അങ്ങനെ ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കരുത് എന്നൊക്കെ. അത് ശരിക്കും അങ്ങനെ ഉണ്ടോ? അതും ശരിക്കും മിസ്കൺസെപ്റ്റ് ആണ്. അതായത് കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം മീനും തൈരും കഴിക്കുന്നതിന് അതിൻ്റെയും ഡൈജഷൻ തന്നെ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ അത് ചിലർക്ക് ഡിസ്കംഫർട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒരുമിച്ച് കഴിക്കരുതെന്ന് പറയുന്നത്. അല്ലാണ്ട് അത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അത് ചിലർക്ക് മാത്രം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഈ പ്രോൺസ് ഒക്കെ ചിലർക്ക് ഭയങ്കര വൊമിറ്റിംഗ് ഉണ്ടാക്കും, ദേഹം ചൊറിഞ്ഞു തടിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫുഡ് വീണ്ടും പരീക്ഷിക്കാണ്ട് പരമാവധി അത് സ്റ്റോപ്പ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് അതുകൊണ്ട് വേറെ അങ്ങനെ ഇതൊന്നും ഉണ്ടാകും, ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ജിമ്മിൽ പോകുന്നവരുടെ ഒരു സ്ഥിരം പ്രാക്ടീസാണ് ജിമ്മ് കഴിഞ്ഞിട്ട് പ്രോട്ടീൻ വേണം എന്നുള്ളത്. നേരെ അൽഫാം കഴിക്കും. അത് ശരിക്കും നല്ലതാണോ? നമുക്ക് ചിക്കൻ കഴിക്കണം, പക്ഷേ അൽഫാം അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല. നോർമലി കറിയാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് സാലഡ്സിനകത്താക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുക. ഈ അൽഫാം ഡെയിലി കഴിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം പ്രത്യേകിച്ച് നമുക്ക് കോൺസ്റ്റിപ്പേഷനും അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രത്യേകിച്ച് അതിന്റെ കരിഞ്ഞു വരുന്ന ആ ഫോമില്ലേ, അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ആ മസാല ഓവറായിട്ട് കരിഞ്ഞു, അതാണ് ഏറ്റവും പ്രശ്നം. അഥവാ നമ്മൾ കഴിക്കുന്നു ഒട്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡെയിലി പരമാവധി കഴിക്കാണ്ടിരിക്കുക. വീക്ക്ലി വൺസോ ട്വൈസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. ചിക്കൻ കഴിക്കാം, പക്ഷെ അതിന്റെ ഫോം മാറ്റുക. അൽഫാം അല്ലെങ്കിൽ അങ്ങനെ വേണ്ട. പകരം കറിയാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പുഴുങ്ങിയിട്ട് മഞ്ഞളൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യുമല്ലോ, എന്നിട്ട് സാലഡ്സിനകത്തോ അങ്ങനെ കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ എപ്പോഴും ഇപ്പൊ അൽഫാം കഴിക്കുകയാണെങ്കിൽ അതിനൊപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ പിന്നെ സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം. പലർക്കും ടൈം ആയിരിക്കും ഒരു പ്രശ്നം. ജിമ്മ് പോയി വരുന്നതൊക്കെ ലേറ്റ് ആയിട്ടായിരിക്കും, നേരെ പോയി കഴിച്ചിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല ഫുഡ് എന്താ കഴിക്കാൻ? അങ്ങനെയാകുമ്പോൾ ജിമ്മ് കഴിഞ്ഞ് വരുമ്പം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് പ്രോട്ടീൻ റിച്ച് ഉണ്ടാവണം. അപ്പം ബനാന നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ അവർ വർക്കൗട്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എത്ര പ്രോട്ടീൻ കൂട്ടണം അങ്ങനെയുള്ളത്. അത് ട്രെയിനേഴ്സിന് ആയിരിക്കും കൂടുതൽ മനസ്സിലാകുന്നത് എത്രത്തോളം പ്രോട്ടീൻ അവർക്ക് വേണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ പ്രോട്ടീൻ നല്ല രീതിയിൽ വേണം. അതിന് ചിക്കന്, ഫിഷ്, പനീർ അല്ലെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മുടെ പൾസസ്, ചെറുപയർ, അതൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ബനാന പ്രോട്ടീൻ സ്റ്റിക്ക് എന്നാണ് ബനാനായി അറിയപ്പെടുന്നത്. പ്രോട്ടീൻ സ്റ്റിക്ക് ബനാന ഉപയോഗിക്കാം. കഴിവതും പ്രോട്ടീൻ പൗഡർ ഒന്നും നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യില്ല. ഡയറ്റീഷ്യൻസ് അധികം പ്രോട്ടീൻ പൗഡറിനെ പ്രൊമോട്ട് ചെയ്തില്ല. നമ്മുടെ നോർമൽ പ്രോട്ടീൻസ് എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫോമിലോട്ട് മാറ്റി കഴിക്കാനായിട്ട് നോക്കുക. റെഡ് മീറ്റും കാര്യങ്ങളും ഒക്കെ പരമാവധി വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുക ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ തന്നെ. കാരണം ഫാറ്റ് ഭയങ്കര കൂടുതലാണ്. റെഡ് മീറ്റ് ഡൈജഷനും കുറേ സമയം എടുക്കുന്ന ഇതാണ്. അപ്പം അത് അധികം വേണ്ട, വല്ലപ്പോഴും കഴിക്കുക. പലരും പ്രോട്ടീന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കും, സാലഡ്സും ഫൈബറും എല്ലാം മറന്നു പോകും. കാപ്സ് ഒട്ട് കഴിക്കാറേ ഉണ്ടാവില്ല. കാപ്സ് ഫുൾ കട്ട എല്ലാവരും. ശരിക്കും കാപ്സും കൂടെ വേണം. പിന്നെ നമുക്ക് എനർജി കിട്ടാൻ കാപ്സ് അല്ലേ വളരെ ഇമ്പോർട്ടന്റ്. കാപ്സ് എല്ലാം ക്വാണ്ടിറ്റി നോക്കുക. ഒരു പാത്രം നിറയെ ചോറ് അങ്ങനെയല്ല. ആ ഒരു പ്ലേറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതിൽ ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മൾ റൈസ് എടുക്കേണ്ടത്. ബാക്കി വെജിറ്റബിൾസ്, ഫിഷ് അല്ലെങ്കിൽ എഗ്ഗ്, പൾസസ് ഇങ്ങനെ എല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു ക്വാണ്ടിറ്റി വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. കാപ്സ് വളരെ ഇമ്പോർട്ടന്റാണ്. ചിലരുണ്ടല്ലോ ഉച്ചയ്ക്ക് നമ്മൾ ചിലപ്പോൾ ചോറ് കഴിച്ചില്ലാണെങ്കിൽ തലവേദന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയുള്ള ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. കാർബ്സ് നമുക്ക് എനർജി തരുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടിറ്റിയിലാണ് ഇമ്പോർട്ടൻസ്. അതെ. എല്ലാ ഫുഡും നമുക്ക് കഴിക്കാം. മമ്മൂട്ടി പറഞ്ഞിട്ടില്ലേ, എല്ലാ ഫുഡും നമുക്ക് കഴിക്കാം, പക്ഷെ നമ്മൾ കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. അപ്പൊ ഒരു ഐഡിയൽ ഫുഡ് പ്ലേറ്റ് എങ്ങനെയാ ഒരാൾക്ക് സാധാരണ ഒരു അഡൽട്ടിന്? ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും നല്ലത് റൈസ്. ഇപ്പോൾ ഒരു പ്ലേറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കണ്ടിട്ടില്ലേ, അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? റൈസിന്റെ ക്വാണ്ടിറ്റി നമ്മളിവിടെ കറി എടുക്കുന്ന പോലെ അവർ റൈസ് എടുക്കുന്നത്. ഒരു ചപ്പാത്തി ഉണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ഇത്രയും റൈസ് ഉണ്ടാകും, ബാക്കി വെജിറ്റബിൾസ്, കേർഡ് കാര്യങ്ങളെല്ലാം വരും. ആ ഒരു രീതിയാണ് ശരിക്കും നമ്മുടെ ഒരു രീതി വേണ്ടത്. നമ്മൾ കഴിക്കേണ്ടത് അങ്ങനെയാണ്. റൈസ് കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക, ബാക്കി കറികൾ, പൾസസ്, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ബാക്കി വെജിറ്റബിൾസ്, ഫിഷ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മളൊരു ഐഡിയൽ പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് ശരിക്കും. മെയിനായിട്ട് കേരളത്തിലുള്ളവർക്ക് വയറൊക്കെ കൂടുന്നതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ചോറ് അമിതമായിട്ട് കൺട്രോൾ ഇല്ലാണ്ട് കറികളൊക്കെ കഴിക്കുന്നതിന്റെ 3 നേരം അരിഭക്ഷണമാണ്. അപ്പൊ എങ്ങനെ നമ്മൾ ഒരു നേരം കഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മളൊരു പ്ലേറ്റ് അറേഞ്ച് ചെയ്യേണ്ടത്? എത്ര പോർഷൻ വെച്ചിട്ട് എടുക്കാം?
അതാ ഞാൻ പറഞ്ഞത്, ഒരു പ്ലേറ്റിന്റെ 4/1 ഭാഗം മാത്രം, ഒരു ഭാഗം അല്ലെങ്കിൽ അതിന്റെ പകുതി മാത്രം നമ്മൾ റൈസ് എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? ബാക്കി കറികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോട്ടീൻ വേണ്ട സാധനങ്ങളും വെജിറ്റബിൾസും കേട് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പോകേണ്ടത്. റൈസ് എടുക്കുമ്പോൾ കഴിവതും ബ്രൗൺ റൈസ്, ഓക്കെ, വൈറ്റ് റൈസ് വേണ്ട, ബ്രൗൺ റൈസ് ആണ് കുറച്ചുകൂടി നല്ലത്. അത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കും. ഇപ്പം ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റിന്റെ കാര്യം ശ്രദ്ധിക്കണം. മണ്ണിന് താഴോട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, പൊട്ടറ്റോ, പിന്നെ അങ്ങനെ വരുന്ന സാധനങ്ങൾ കാർബ്സ് കൂടുതലായിരിക്കും, അത് പരമാവധി ഒഴിവാക്കുക. ബാക്കി പറഞ്ഞ പോലെ കോവയ്ക്ക, വെള്ളരിക്ക, പാവയ്ക്ക ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് നമ്മുടെ ഫുഡിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അത് നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പോകണം. പിന്നെ ഒരു കാര്യമുള്ള വെച്ചാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ഡയറ്റ് മെൻഷൻ ചെയ്യുന്നവരാണ്, ഡയറ്റ് അഡ്വൈസ് ചെയ്യുന്നവരാണ്, ഇഷ്ടം പോലെ വീഡിയോസ് കിട്ടും. പലതും കോൺട്രഡിക്റ്റിംഗും ആയിരിക്കും അങ്ങോട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു നല്ല ഫുഡ് പാറ്റേൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യുന്നത് ശരിയാണോ? എപ്പോഴും നമ്മൾ ഡയറ്റ് കൺസൾട്ടേഷൻ എടുക്കുമ്പം ഏറ്റവും നല്ലതൊരു ക്വാളിഫൈഡ് ഡയറ്റീഷ്യൻ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എടുക്കുക. കാരണം ഓരോരുത്തരുടെയും ബോഡി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ചിലപ്പം അവർ പറയുന്നത് അവരുടെ ബോഡിയുടെ കാര്യം അല്ലെങ്കിൽ അവർ ആർക്കെങ്കിലും പരീക്ഷിച്ചതിൽ നിന്നായിരിക്കും അവർ പറയുന്നത്, അതിൻ്റെ റിസൾട്ട് വെച്ചിട്ടായിരിക്കും അവർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അതൊരു ഹെൽത്തി വേയിലുള്ള കാര്യമല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡയറ്റീഷ്യൻ്റെ കൺസൾട്ടേഷനോട് കൂടിയിട്ട് മാത്രം നമ്മളതിന് ചെക്ക് ചെയ്യുന്നത് ബോഡി ഹൈറ്റ്, വെയിറ്റ്, നമ്മുടെ BMI എത്രയാണ്, നമുക്ക് എന്തെങ്കിലും ഹിസ്റ്ററി, പാസ്റ്റ് എന്തെങ്കിലും ഡിസീസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട്സ് കാര്യങ്ങൾ, ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് അവർക്ക് പറ്റുന്ന ഒരു ഡയറ്റ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഒരിക്കലും ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ, അവർ ജസ്റ്റ് നോർമലി കോമൺ ആയിട്ട് പറഞ്ഞു പോവുക കാര്യങ്ങൾ. അപ്പം നിങ്ങൾ എപ്പോഴും ഡയറ്റ് എടുക്കുന്നത് ഒരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോട് കൂടി മാത്രം ചെയ്യുക. വേറെ ആരും പറയുന്നത് കേൾക്കാണ്ട് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ ഹിസ്റ്ററി എല്ലാം അറിയാവുന്ന ഒരാൾ ഡയറ്റീഷ്യൻ അവരുടെ അടുത്ത് നിന്ന് മാത്രം കൺസൾട്ടേഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിൽ സസ്റ്റൈൻഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യണം. ഇടയ്ക്ക് തെറ്റിക്കാൻ പാടില്ല. അതെങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് സ്ട്രോങ് ആയിട്ട് അതിനൊപ്പം തന്നെ നിൽക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു റിസൾട്ട് അതിനുണ്ടാവുള്ളൂ. ഡയറ്റ് എടുക്കുന്നവരെപ്പോഴും അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവരെപ്പോഴും ചെയ്യുന്നതാണ് ഒരു ചീറ്റ് ഡേ വെക്കും. അന്ന് കുറെ സാധനങ്ങൾ കഴിക്കും, എല്ലാം താല്പര്യമുള്ളത്. അതുവരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞായറാഴ്ച എല്ലാം പൊട്ടിക്കും. അതാണോ ശരിക്കുള്ള നല്ല പ്രാക്ടീസ്? അങ്ങനെ ചീറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഉള്ളതെല്ലാം കഴിക്കുന്നത് നല്ലതല്ല. അത്യാവശ്യം ആഗ്രഹമുള്ള ഏതെങ്കിലും 1-2 ഐറ്റം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായോ? വീണ്ടും ദിവസങ്ങൾ വീക്കിലി കിടക്കുമല്ലേ. ഇപ്പം ഒരു 7 ഡേയിൽ നമ്മൾ 6 ഡേ ഡയറ്റ് എടുത്തിട്ട് ആ ഒരു ദിവസം ഇപ്പം എന്തെങ്കിലും ഭയങ്കര ആഗ്രഹമുള്ള ഇപ്പോൾ ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും 1-2 ഐറ്റം കഴിക്കുക. അല്ലാതെ മോർണിംഗ് ടു ഈവനിങ് വരെ ഇഷ്ടമുള്ള ഐറ്റം ഫുള്ള് കഴിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും ആഗ്രഹമുള്ള 1-2 സാധനങ്ങൾ ആ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് മിഡിൽ ഓഫ് ദ വീക്കിലൊക്കെ കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഡെയിലി കഴിക്കുന്ന ആ ഒരു ഇത് ഒഴിവാക്കി വല്ലപ്പോഴും മാത്രം ആഗ്രഹം തോന്നുമ്പോൾ മാത്രം. പക്ഷെ അത് നമ്മുടെ ഡയറ്റിൽ ബാലൻസ് ചെയ്ത് പോകണം. പിന്നെ ഡയറ്റ് എടുക്കുമ്പോൾ അത് മേക്കപ്പ് ചെയ്ത് പോകണം. ആ ഒരു ദിവസം കഴിച്ചതിന്റെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് നോക്കണം. നമ്മൾ നോമ്പിന്റെ സമയത്ത് മസ്റ്റ് ആയിട്ട് ഒഴിവാക്കിയിരിക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണ്? ഓക്കെ, ഒഴിവാക്കേണ്ട ഫുഡ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ തന്നെ നമ്മുടെ ഓയിലി ഫുഡുകൾ, അതേപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഒരുപാട് ഫ്രഷ് ജ്യൂസുകൾ, ഒരുപാട് ഷുഗർ ആഡ് ചെയ്ത് വരുന്ന ഫ്രഷ് ജ്യൂസുകൾ, അങ്ങനെയുള്ള ഫുഡുകളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഒഴിവാക്കേണ്ടത് നോമ്പ് സമയത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡ് പോയ്സണിങ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ഫുഡ്, കാരണം നമ്മുടെ സ്റ്റൊമക്ക് ആ ഒരു ടൈമിൽ ഒരു അപ്സെറ്റ് ആയിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും ചിലപ്പോൾ. അപ്പം അങ്ങനെയുള്ള പോയ്സണിങ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഫുഡുകൾ, രണ്ടാമത് പ്രീ കുക്ക് ചെയ്ത് വരുന്നത്, ഫ്രിഡ്ജിൽ നിന്ന് ചൂടാക്കി കഴിക്കുന്നത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ചിലർക്ക് ഒത്തിരി ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് നോമ്പ് എടുക്കും ഈ ടൈമിൽ ഫുഡ് യൂഷ്വലി കഴിച്ചുകൊണ്ടിരുന്ന ടൈമിൽ കഴിച്ചില്ലെങ്കിൽ കൂടുതൽ അപ്സെറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അത് എങ്ങനെയാ നമുക്ക് ഒഴിവാക്കാൻ പറ്റുക? മെയിനായിട്ടും ഈ നോമ്പ് എടുക്കുന്നവർക്ക് മെയിൻലി കണ്ടുവരുന്നതാണ് അസിഡിറ്റിയും ഗ്യാസ്ട്രൈറ്റിസും അങ്ങനെയൊക്കെയുള്ള സംഭവം എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നാമതായിട്ട് അവർ ചെയ്യുന്നത് പിന്നെ ഈ എണ്ണക്കടികൾ, അതായത് സമൂസ, അങ്ങനെയുള്ള മസാലയൊക്കെ ഹെവി ആയിട്ട് വരുന്ന ഫുഡ് നന്നായിട്ട് കഴിക്കുമായിരിക്കും. ആ രീതിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അസിഡിറ്റിയും കാര്യങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ ഒരുപാട് പിന്നെ എണ്ണ വരുന്നത് അല്ലെങ്കിൽ മസാല കൂടുതൽ വരുന്ന ഫുഡുകൾ, പിന്നെ ഒറ്റയടിക്ക് ജ്യൂസോ വെള്ളമോ ഒക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് കുടിച്ച് വയറ് നിറയ്ക്കും. ഒരുപാട് ചായ, കാപ്പി ഇതൊക്കെ കുടിക്കുക, അതൊക്കെ കുടിച്ച് വയറ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അസിഡിറ്റിയും പ്രശ്നങ്ങളും വരും. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി കുറച്ചിട്ട് സ്ലോലി ആയിട്ട് നമ്മൾ വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ജ്യൂസ് നിർബന്ധമാണെന്നുള്ളൊരു 1 ഗ്ലാസ് വല്ലതും മാത്രം കുടിക്കുക, അതിൽ കൂടാതിരിക്കാൻ നോക്കുക. ഓക്കെ, എപ്പോഴും ജ്യൂസ് കുടിക്കുന്നതിൽ നല്ലത് ഫ്രൂട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിപ്പോൾ ജ്യൂസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഫൈബർ മൊത്തം അത് ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ പോവാ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ഫ്രൂട്ട് കൊണ്ട് ഒരിക്കലും 1 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ആ 1 ഗ്ലാസ് ജ്യൂസ് പറഞ്ഞെങ്കിൽ എന്തോരം ഷുഗർ വരും, അപ്പം എന്തോരം ഫ്രൂട്ട്സിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂടും. അപ്പം ഏറ്റവും ബെസ്റ്റ് ഏത് ഫ്രൂട്ടാണോ അത് ഡയറക്റ്റ് തന്നെ നമ്മൾ ചവച്ച് തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്.
ശരിക്കും നമ്മൾ നോമ്പ് എടുക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ബോഡിക്ക്? നോമ്പ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള എക്സ്ട്രാ ഫാറ്റും കൊളസ്ട്രോളും ഒക്കെ ബേൺ ആയി പോകും. ശരിക്കും പറഞ്ഞാൽ നോമ്പിന്റെ ഒരു സയന്റിഫിക് റീസൺ എന്ന് പറയുന്നത് അത് തന്നെയാണ്, നമ്മുടെ ബോഡിയിലെ ഫാറ്റിനെയൊക്കെ ബേൺ ചെയ്ത് കളയുക. അതായത് ഇപ്പം നമ്മൾ നോർമലി നോമ്പ് എടുക്കുന്ന ഒരാള് ഓരോ ദിവസവും നമ്മൾ ഫുഡ് കഴിക്കും. ആ സമയം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി അതിനോട്ട് ആ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഫുഡ് കിട്ടാണ്ട് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെ അത് കൺവേർട്ട് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് പോകും. ഓക്കെ, വീണ്ടും ഇങ്ങനെ വിശപ്പ് നമുക്ക് വരുമ്പോഴത്തേക്കിന് വീണ്ടും അത് ഫാറ്റിനെ എടുക്കാണ്ട് ബോഡി തന്നെ പിന്നെ അത് പിന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മുടെ ബോഡി ഇങ്ങനെ എന്താ പറയുക, പുതിയതായിട്ട് ഫാറ്റിനെ നേരത്തെ കൺവേർട്ട് ചെയ്ത് പുതുതായിട്ട് ഉണ്ടാക്കിയൊക്കെ വെച്ച് ഹെൽത്തി ഒരു രീതിയിലായിരിക്കും ബോഡി ഇരിക്കുന്നത്. ആ സമയത്തായിരിക്കും നമ്മൾ എന്താ ചെയ്യുക, നോമ്പ് തുറക്കുന്ന സമയം വരുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ പോലെ ഓയിലി ഫുഡും ജ്യൂസും എല്ലാം കുടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി നേരെ ഡാമേജ് ആയിട്ട് പോകുന്നത്. മനസ്സിലായി? അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഈ ഇങ്ങനെ ഫാറ്റ് കൺവേർഷൻ ഒക്കെ ഓൾറെഡി നടക്കുന്നത് കാരണം ഈ ഓയിലി ഫുഡും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി എന്തായാലും ഫാറ്റും കാര്യങ്ങളും ബേൺ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗുണമാണ് നമ്മളെ നോമ്പെടുക്കുന്നതിൻ്റെ. രണ്ടാമത്തേന്ന് പറഞ്ഞത് ഈ ഡാമേജ് ആയിട്ടുള്ള ബോഡി സെൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റീജനറേറ്റ് ചെയ്യും. ഓക്കെ, ഫാസ്റ്റിങ്ങിന്റെ ടൈമിൽ. പിന്നെ വരുന്നത് നമ്മുടെ ബോഡിയിൽ ചിലർക്ക് നീർവീക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിന് വളരെ ഗുണം ചെയ്യും നമ്മൾ ഈ നോമ്പെടുക്കുന്നത്. കാരണം പ്രേയറും അല്ലെങ്കിൽ അതുപോലെ ഹെൽത്തി രീതിയിലുള്ള ഫുഡ് ഐറ്റംസും എല്ലാം കൂടെ ആകുമ്പം ബോഡിക്ക് ഫുള്ളായിട്ട് നല്ല ഒരു ഇതാണുള്ളത്. സ്ട്രെസ്ഡ് ആവില്ല? ഇല്ല, ആദ്യത്തെ 1-2 ദിവസം നമുക്കൊരു ടെൻഷൻ, ആ ഒരു ടൈംസ് ഒരു ഇതുണ്ടാകും. പക്ഷെ പിന്നെ നമ്മൾ യൂസ്ഡ് ആയി പോകും. പിന്നെ നമ്മൾ നോമ്പൊക്കെ സ്റ്റോപ്പ് ആയി കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ടൈമിൽ കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോവല്ലേ. പിന്നെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫുഡ് കറക്റ്റ് ആ ഒരു ടൈമിലൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയും ഉറങ്ങുന്നതിന് കുറെ നേരം മുന്നേ ഭക്ഷണം കഴിക്കണം, 1-2 മണിക്കൂർ മുന്നേ. പക്ഷെ നോമ്പെടുക്കുമ്പോൾ നൈറ്റിലായിരിക്കുമല്ലോ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത്. കഴിച്ച ഉടനെ പലരും കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അത് ഒരു മോശം പ്രാക്ടീസ് അല്ലേ? മോശം പ്രാക്ടീസ് ആണ്. കാരണം നമ്മുടെ ഒന്നാമത് നമ്മുടെ ബോഡി ഒരു ടയേർഡ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എന്തായാലും ക്ഷീണമായിരിക്കും. അപ്പം ആൾക്കാർ നേരെ കിടന്ന് ഉറങ്ങും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഫുഡ് കഴിച്ചിട്ട് ഒരു കിടക്കുന്നതിന് ഒരു 1 അല്ലെങ്കിൽ 2 അവർ മിനിമം എങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നേരെ പോയി കിടക്കാതെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ, ഒന്നുകിൽ നടക്കലോ, ചിലർക്ക് അതിന് സാധിക്കില്ല കാരണം അത്ര ക്ഷീണം ഉണ്ടാവും, എങ്കിലും ജസ്റ്റ് ഒന്ന് നടക്കലോ അല്ലെങ്കിൽ സ്റ്റെയർ കയറി ഇറങ്ങലോ, അങ്ങനെ ചെറിയ എന്തെങ്കിലും ആക്ടിവിറ്റീസും പരമാവധി ചെയ്യാനായിട്ട് നോക്കുക. ഉറങ്ങാതിരിക്കുക. അത് ചെയ്യുന്നത് തന്നെ നമുക്ക് അസിഡിറ്റിയും അല്ലെങ്കിൽ ബ്ലോട്ടിങ്ങും പ്രശ്നങ്ങളും വരുന്നത് തന്നെ തടയും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെറിയ എക്സസൈസുകൾ പരമാവധി ചെയ്യാനായിട്ട് നോക്കണം. നമ്മുടെ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു നോമ്പിലുള്ള ഒരു നല്ല ഫുഡ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ സജനയ്ക്ക് എന്താ അവരോട് പറയാനുള്ളത്? ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നോമ്പ് തുറക്കുന്നത് തന്നെ ഒരു നോർമൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. സാധാരണ കണ്ടുവരുന്നത് തണുത്ത വെള്ളം, തണുത്ത ജ്യൂസ് കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് കുടിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ബോഡിക്ക് വളരെ കേടാണ്. കാരണം നമ്മുടെ ബോഡി ഒരു നോമ്പെടുത്ത് ഒരു ഹെൽത്തി രീതിയിൽ ഇരിക്കുകയാണ്. നമ്മൾ നോമ്പെടുക്കുന്നതിൻ്റെ തന്നെ ഒരു സയൻറ്റിഫിക് റീസണും നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം ആ ഒരു നിയമം നമ്മൾ അങ്ങനെ തന്നെ അനുസരിച്ച് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അതിനിടയിൽ നമ്മൾ ഫ്രൂട്ട് ജ്യൂസുകളും അല്ലെങ്കിൽ തുറന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്നാക്സോ കാര്യങ്ങളോ ഹെവി ആയിട്ട് കഴിക്കാണ്ടിരിക്കുക. സ്റ്റാർട്ടിങ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തുടങ്ങുക. ഒരു ഡേറ്റ്സ് ആണെങ്കിൽ 1-2 എണ്ണം, അതിൽ കൂടുതൽ കഴിക്കാണ്ടിരിക്കുക. പിന്നെ സ്ലോലി നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ് പരമാവധി ഒഴിവാക്കുക. ചിലർക്ക് അസിഡിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും. പകരം ആപ്പിൾ, പേരക്ക, പപ്പായ, അങ്ങനെ എന്തെങ്കിലും ബെറീസ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് അതെന്തെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് നടന്ന് നമ്മുടെ എക്സസൈസ്, പ്രയേഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മെയിൻ മീൽ കഴിക്കാനായിട്ട് നോക്കുക. മെയിൻ മീൽ എന്ന് പറയുമ്പം അതെപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം ഫുഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് സ്ലോലി ഡൈജസ്റ്റഡ് കാർബ്സ് ഉണ്ടാവണം. അതേപോലെ ഹെൽത്തി ഫാറ്റ് ഉണ്ടാകണം. പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കുക. ഒരു 2 to 3 ലിറ്റർ വെള്ളം നമ്മൾ നോമ്പ് ബ്രേക്ക് ചെയ്യുന്നത് തൊട്ട് നോമ്പ് എടുക്കുന്ന ആ ഒരു ടൈം വരെ അതിനുള്ളിൽ ഒറ്റയടിക്ക് കുടിക്കാണ്ട് സിപ്പ് ചെയ്ത് കുടിക്കുക. പിന്നെ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ തന്നെ ചവച്ചരച്ച് പരമാവധി കഴിക്കാനായിട്ട് നോക്കുക. ഒറ്റ വിഴുങ്ങാതെ ചവച്ചരച്ച് സ്ലോലി കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരിക്കലും നമ്മൾ സുഹൂർ ടൈമിൽ, അതായത് ഫാസ്റ്റിംഗ് എടുക്കുന്ന ടൈമിലുള്ള ഫുഡ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ആ സമയത്തും ഒത്തിരി ഹെവി ആയിട്ട് കഴിക്കേണ്ട, പക്ഷേ ഹെൽത്തി ആയിട്ട് കഴിക്കുക. ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ ഉണ്ടാവണം, നല്ല ഹെൽത്തി കാർബ്സ് ഉണ്ടാകണം, ഫാറ്റ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു രീതിയിലുള്ള പിന്നെ ആ ഭക്ഷണമായിരിക്കണം ആ സമയത്ത് നിങ്ങൾ കഴിക്കേണ്ടത്. പിന്നെ പരമാവധി റെസ്റ്റ് എടുക്കുക. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര ചൂടായിരിക്കും, നമ്മൾ പെട്ടെന്ന് ടയേർഡാകും. അപ്പം ഒത്തിരി വെയിലൊന്നും കൊള്ളാൻ പോകാതെ പരമാവധി നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് നോമ്പ് നല്ല രീതിയിൽ എടുക്കാനായിട്ട് നോക്കുക. താങ്ക് യു സർ. താങ്ക് യു.